ഹലോ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പെട്ടെന്നൊരു വാഴക്കൂമ്പാണ്. വാഴക്കൂമ്പ് നമുക്ക് എങ്ങനെ തോരൻ വെക്കാം എന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഒരു ചെറിയ മിക്സി ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു തേങ്ങേൻ്റെ പകുതി തേങ്ങ എടുത്ത് ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം, അതായത് ഒരു 3-4 ചെറിയുള്ളിയും ഒരു 2-3 വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായി, അതിൻ്റെ കൂടെ തന്നെ ഒരല്പം ജീരകം, ചെറിയ ജീരകവും കൂടെ ഇട്ട് ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഇതേ പരുവത്തിൽ എടുക്കുക. അതിന് ശേഷം ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഒരു ചീനച്ചട്ടി വെക്കുക. ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ കടുക് ഇടുക. കടുകിട്ടതിന് ശേഷം നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന, അതായത് തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അതെല്ലാം കൂടെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ അല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ എല്ലാ ഭാഗത്തും പറ്റുന്ന പോലെ തന്നെ നന്നായിട്ട് നല്ല പരുവത്തിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഒരല്പം നേരം, അതായത് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് വെച്ചതിന് ശേഷം ഒന്നുകൂടെ അത് എല്ലാ ഭാഗത്തും പറ്റുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് അത് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും നല്ല ആവി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. എല്ലാവരും